ഹായ് ഗൈസ്, ഇതെന്താണെന്നറിയാമോ? നമ്മുടെ കേസരിയാണ് കേട്ടോ സംഭവം. കേസരി ഞാനൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയാണ് കേട്ടോ. സംഭവം അടിപൊളിയായിരുന്നു. അപ്പോൾ നമുക്ക് കേസരി ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് റവ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1.5 കപ്പ് റവയാണ് എടുത്തേക്കുന്നത്. നല്ലതുപോലെ ഒന്ന് ആ നെയ്യിലിട്ട് നല്ലതുപോലെ ചൂടാക്കി എടുക്കുക. നല്ല വറുത്ത് കോരി മാറ്റി വെക്കണം. അപ്പോൾ നമ്മുടെ റവ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ലോ ഫ്ലെയിമിലിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. അതേ പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് ഇത്തിരി അണ്ടിപ്പരിപ്പും കുറച്ച് നമ്മുടെ മുന്തിരിങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി വറുത്ത് കോരി മാറ്റി വെക്കുക. അപ്പോൾ നമ്മുടെ ഈ അണ്ടിപ്പരിപ്പ് ഞാൻ ചെറിയ ചെറിയ പീസുകളാക്കി തന്നെയാണ് കേട്ടോ മുറിച്ചെടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ അതാകുമ്പോൾ റോസ്റ്റ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ തന്നെ ഇതേണൊക്കെ വറുത്ത് കോരി മാറ്റി വെച്ചതിന് ശേഷം ആ പാനിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചെടുത്ത് കുറച്ച് പൈനാപ്പിൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതേണൊക്കെ ആക്കിയെടുത്ത് നല്ലതുപോലെ ആ നെയ്ക്കകത്തിരുന്ന് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരുപാട് കളറൊന്നും ചേഞ്ച് ആവേണ്ട. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ റവ വേവത്തക്ക രീതിയിൽ വെള്ളം വേണം. അത് നല്ലതുപോലെ ഇതേണൊക്കെ വെട്ടി തിളയ്ക്കുന്നൊരു പാകമാകുമ്പോഴത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ ഒരു കേസരിക്ക് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏത് കളറാണോ ചേർക്കുന്നത് ആ ഒരു കളറായിരിക്കും നമ്മുടെ കേസരിക്ക്. അപ്പം അതിലേക്ക് നമുക്ക് നമ്മുടെ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്ന റവ ഇട്ട് കൊടുക്കുക. റവ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ആ വെള്ളത്തിൽ കിടന്ന് നമ്മുടെ റവ നല്ല സെറ്റായിട്ടൊന്ന് വെന്ത് കിട്ടണം. കട്ട പിടിക്കാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലായതുകൊണ്ട് കരിഞ്ഞൊന്നും പോകത്തില്ല. നല്ല രീതിയിൽ ഇതേണക്ക് നമുക്ക് ഒരു മയത്തിന് കിട്ടി നമ്മുടെ റവ വെന്ത് കിട്ടുന്നൊരു പാകമാവുമല്ലോ. ആ ഒരു പാകമൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇങ്ങനെ ഈ ഒരിച്ചിരി നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ഒരു ഹാർഡ് ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്കിതിനകത്തോട്ടൊരു 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ 1.5 കപ്പ് റവ എടുക്കുന്നെങ്കിൽ ഒരു 2 കപ്പ് പഞ്ചസാരയെങ്കിലും നമുക്കിതിന് വേണം. അപ്പോൾ ഈ 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് ചെറിയൊരു ലൂസാവും. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കയും അതിൻ്റെ കൂടെ ഇത്തിരി പഞ്ചസാര ഇട്ട് പൊടിച്ചത് നമുക്ക് ഇട്ട് കൊടുക്കുക. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഏലക്ക ചേർക്കുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേണൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ലൂസായിട്ട് നമുക്ക് ആ ഒരു കേസരി നമുക്ക് റെഡിയായി കിട്ടും. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. നെയ്യ് ഇട്ട് കൊടുത്ത് ആ ഒരു നെയ്യുടെ ആ ഒരു ടേസ്റ്റും മണമൊക്കെ നമ്മുടെ ആ ഒരു കേസരിയിൽ സെപ്പറേറ്റ് കിട്ടണം. ആ രീതിയിൽ നെയ്യ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. അതുകൊണ്ട് ഈ ഒരു പാകം നമ്മുടെ പാനിൽ നിന്ന് നല്ലതുപോലെ വിട്ട് വരുന്ന ആ ഒരു പാകമൊക്കെ ആവുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വറുത്ത് കോരിയ ആ ഒരു കിസ്മിസൊക്കെ ഇല്ലേ, അണ്ടിപ്പരിപ്പ് കിസ്മിസ്, ആ സംഭവം നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് നല്ലതുപോലെ ഏത് പാത്രത്തിലാണോ സെറ്റാക്കി വെക്കേണ്ടത് അതേ കണക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ അടിപൊളി സാധനമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.